ജോബിക്ക് എന്തോ സംശയം ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞ ലെസനെ പറ്റിയിട്ട്. അതെന്താ അറിയോ ജിതിൻ, നമ്മൾ കഴിഞ്ഞ ലെസണിൽ ജിതിൻ പറഞ്ഞിട്ടായിരുന്നില്ലേ, ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കില്ല, പൊതുവേ പറഞ്ഞാൽ സെയിം ആയിരിക്കില്ല എന്നല്ലേ പറഞ്ഞത്. പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്ത 3 എക്സാമ്പിളിൽ ആദ്യത്തെ 2 എക്സാമ്പിളിൽ അത് രണ്ടും സെയിം ആയിരുന്നു. അവസാനത്തെ എക്സാമ്പിളിൽ മാത്രമേ അത് ഡിഫറെൻ്റ് ആയിട്ടിരുന്നുള്ളൂ, ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ എക്സാമ്പിൾ ഒന്നും കൂടെ കൊണ്ടുവരട്ടെ. ഇതാണ് ആ 3 എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ ആവറേജ് വെലോസിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. 100 മൈനസ് 100 200 മീറ്റേഴ്സാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് നമ്മൾ പറഞ്ഞത് 10 സെക്കൻഡ്സ് എടുത്തു എന്നാണ് പറയുന്നത്. ഇതും 10 സെക്കൻഡ്സ് ഈ ഡിസ്പ്ലേസ്മെൻറ്റിനും. ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് 25 സെക്കൻഡ്സ്. അപ്പോൾ ഇത് 200 ഡിവൈഡഡ് ബൈ 10 20 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. ആവറേജ് സ്പീഡ് വന്നിട്ട് സ്പീഡിന് ടോട്ടൽ ഡിസ്റ്റൻസ് നോക്കുള്ളൂ. ടോട്ടൽ ഡിസ്റ്റൻസ് 200 ആണ്. 200 ബൈ 10 20 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇതും ആവറേജ് സ്പീഡാണ് കേട്ടോ. ഞാൻ അവിടെ ആവറേജ് ഒന്നും എഴുതിയിട്ടില്ല, പക്ഷേ ഇത് സ്പീഡ് ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇത് രണ്ടും സെയിം ആണ്. കാരണം ഇതൊരു പോസിറ്റീവായി, ഈ ആവറേജ് വെലോസിറ്റി ഈ കേസിൽ പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഇത് തന്നെയാണ്. ഇനി ഈ രണ്ടാമത്തെ കേസിൽ ആവറേജ് എന്താണ്? ഫൈനൽ പൊസിഷൻ മൈനസ് 100, ഇനീഷ്യൽ പൊസിഷൻ 100, -100 -100 -200 ആണ്. -200 മീറ്റേഴ്സ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ടൈം ടേക്കൺ 10. ആവറേജ് വെലോസിറ്റി ഈസ് -20 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. ലെഫ്റ്റിലേക്ക് പോയിന്റ് ചെയ്യണ ഡിസ്പ്ലേസ്മെൻറ്റ്. സ്പീഡ് ഇവിടെയും ഡിസ്റ്റൻസ് ട്രാവൽഡ് 200 മീറ്റേഴ്സ് ആണ്. അപ്പോൾ 200 by 10 20 meters per second. Last case average displacement is final position minus initial position, -100 -200 -100 plus 200. 200 minus 100 is 100. 100 divided by 10 10 അല്ല, 25 seconds. 4 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. ഇവിടെ സ്പീഡ് വന്നിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ എത്രയാണ്? ഇവിടെ 200 മീറ്റേഴ്സ് പ്ലസ് 100 300, തിരിച്ചൊരു 200 500 മീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 25 സെക്കൻഡ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇവിടെ സ്പീഡും, അതായത് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. ഇവിടെയും ആവറേജ് വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. ആവറേജ് വെലോസിറ്റിൻ്റെ ഒരു സാധനത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണിക്കാൻ നമ്മൾ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ബാർ 2 സൈഡിലൂടെ കേട്ടോ, ഇങ്ങനെ. അപ്പോൾ ഇതെന്താണ്? ഇത് +20 ആണ്. കാരണം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആവറേജ് വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് 20, സ്പീഡും 20 സെയിം ആണ്. ഇവിടെയും സെയിം ആണ്. ഇവിടെ മാത്രം ഇത് 20, ഇത് 4 സെയിം അല്ല. അപ്പോൾ ജോബി പറഞ്ഞത് ശരിയാണ്. ഈ 2 കേസിലും രണ്ടും സെയിം ആണ്. ആവറേജ് സ്പീഡും വെലോസിറ്റിൻ്റെ ആവറേജ് വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. ഇവിടെ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ എന്ന് പറയുന്ന കാര്യം വളരെ കറക്റ്റാണ്. അപ്പോൾ അതിനെ ഞാൻ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയണമെങ്കിൽ ഇതെങ്ങനെ പറയാം? Average speed is more than or equal to magnitude of average velocity. If the motion does not change direction, average speed is equal to magnitude of average velocity. ഈ 2 കേസിലുണ്ടല്ലോ, ഈ 2 മോഷൻസിൽ ഡയറക്ഷൻ മാറുന്നില്ല. ഇവിടെ കാറ് റൈറ്റിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ, ഇവിടെ കാറ് ലെഫ്റ്റിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. ഈ 2 കേസിൽ ഡയറക്ഷൻ മാറാത്തത് കൊണ്ട് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇഫ് ദ മോഷൻ ഡസ് നോട്ട് ചേഞ്ച് ഡയറക്ഷൻ, ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. പക്ഷേ ഡയറക്ഷൻ മാറിയാൽ ആവറേജ് സ്പീഡ് വന്നിട്ട് ആവറേജ് വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനെക്കാട്ടിലും കൂടുതലായിരിക്കും.
അപ്പോൾ ഈ മോർ ദാൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ മാറുന്ന സമയത്ത് മാത്രമേ അത് വാലിഡ് ആയിട്ടുള്ളൂ. ഈക്വൽ ടു വരുന്നത് ഡയറക്ഷൻ മാറാത്ത സമയത്താണ്. ഓക്കെ, അപ്പോൾ വേറെന്താണ് സംശയം? അതൊരു ചെറിയ സംശയമാണ് ജിതൻ, സില്ലി സംശയമായിരിക്കാം. എന്തറിയോ, ഈ ലാസ്റ്റ് കേസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് -200 നിന്ന് -100 അല്ലേ? അപ്പോൾ കാറ് ഇവിടുന്ന് ഇതുവരേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ കാർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്കല്ലേ പോയിൻ്റ് ചെയ്യുന്നത്, റൈറ്റിലേക്കല്ലേ പോയിൻ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ ലെഫ്റ്റിലേക്ക് പോയിൻ്റ് ചെയ്തിരിക്കണോ? അതോ നമ്മുടെ സാധനങ്ങളൊക്കെ, നമ്മുടെ വസ്തുക്കളൊക്കെ പോയിൻ്റ് ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാർ ഒരു പോയിൻ്റ് ഒബ്ജക്റ്റാണ്, ഈ ഒരു കാർ ഇതെല്ലാം പോയിൻ്റ് ഒബ്ജക്ട്സ് ആണ്. ഒരു പോയിൻ്റ് ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ടേക്ക് പോയിൻ്റ് ചെയ്യണോ അങ്ങോട്ടേക്ക് പോയിൻ്റ് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം അതിനൊരു വോളിയം ഇല്ല, അതിൻ്റെ സൈസ് ഇല്ല, അത് ഇന്ന ഡയറക്ഷനിൽ പോയിൻ്റ് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കണക്കാക്കിയാൽ മതി. ഇത് രണ്ടും പോയിൻ്റ് ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ കാറിന് പകരം പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ അത് ലെഫ്റ്റിലേക്ക് പോയിൻ്റ് ചെയ്യണ പോയിൻ്റ് ഒബ്ജക്റ്റ്, ഇല്ലെങ്കിൽ റൈറ്റിലേക്ക് പോയിൻ്റ് ചെയ്യണ പോയിൻ്റ് ഒബ്ജക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പോയിൻ്റ് ഒബ്ജക്റ്റിന് ഒരു വോളിയം ഇല്ല. അതത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ശരി ജിതൻ. ഓക്കെ, ഇതല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.